ഇറാന്റെ ഊർജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാന്റെ വിപ്ലവ സേനയായ IRGC. അമേരിക്ക തങ്ങളുടെ ഊർജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. തകർക്കപ്പെടുന്ന ഊർജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നത് വരെ കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാന്റെ സൈനിക കമാൻഡർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ 48 മണിക്കൂറിനകം നിർണായക കപ്പൽ പാത തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ സംവിധാനങ്ങളെ തുടച്ചു നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ താക്കീത് വരുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഹോർമുസ് കടലെടുക്ക് ഫലത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രയേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും നേരെ ഇതിനകം തന്നെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഊർജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലെടുക്ക്. ലോകത്തെ ആകെ എണ്ണയുടെയും LNGയുടെ ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ ഇവിടുത്തെ കപ്പൽ ഗതാഗതം കുത്തനെ ഇടിഞ്ഞു. കപ്പൽ ഗതാഗത ഡാറ്റാ സ്ഥാപനമായ കെപ്ലറുടെ കണക്കുകൾ പ്രകാരം സാധാരണ നിലയിലുള്ള ഗതാഗതത്തിന്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ കടലിടുക്കിലൂടെ നടക്കുന്നത്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച പല കപ്പലുകളെയും ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. തങ്ങളുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ ചില കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ തടയുമെന്നാണ് ഇറാന്റെ നിലപാട്. കൂടാതെ കപ്പലുകൾക്ക് മേൽ ടോൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണ നടപടികളും ഇറാനിയൻ അധികൃതർ പരിഗണിക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രയേലുമാണെന്നും ഇറാൻ വിശദമാക്കുന്നുണ്ട്. ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവർക്ക് കടന്നുപോകാം. ഇറാനെ ആക്രമിക്കുന്ന ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമാണ് വിലക്ക്. കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചത് പ്രതിരോധം എന്ന നിലയിൽ മാത്രമാണെന്നും ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കയും ഇസ്രയേലിനെയും അനുവദിക്കില്ല. കൂടുതൽ അപകടം ഒഴിവാക്കാൻ കൂടിയാണ് ഈ നിയന്ത്രണം. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പവർ പ്ലാന്റുകൾ മുതൽ ഓരോന്നായി തകർക്കുമെന്ന് ശനിയാഴ്ച രാത്രിയാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ശനിയാഴ്ച രാത്രി ഇസ്രയേലിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇത് ഇറാന്റെ നടാൻസ് ആണവ നിലയത്തിന് നേരെ നടന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയാണെന്ന് ടെഹ്റാൻ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം ഇതിനോടകം 2000-ലധികം ജീവനുകൾ കവരുകയും ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തു. വടക്കൻ ഇസ്രയേലിൽ ഹെസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ തെക്കൻ ലെബനനിലെ പാലങ്ങൾ തകർക്കുന്നത് കരയാക്രമണത്തിന്റെ മുന്നോടിയാണെന്ന് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ആരോപിച്ചു. ഇതിനിടെ ജപ്പാന്റെ എണ്ണ വിതരണ കപ്പലുകൾ കുഴപ്പങ്ങളില്ലാതെ കടലിടുക്ക് വഴി കടന്നുവെന്ന് ജാപ്പനീസ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിൽ US-മായി ബന്ധമുള്ള ഊർജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും മേഖലയിലെ ജലശുദ്ധീകരണശാലകൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ അമേരിക്കൻ ഭീഷണിക്ക് മറുപടിയായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ 16,000 ടൺ LPG-യുമായി ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം മംഗളൂരുവിലെത്തി. സിംഗപ്പൂർ പതാകയേന്തിയ ചരക്ക് കപ്പലായ പിക്സിസ് പയനിയർ ആണ് മംഗളൂരു തുറമുഖത്ത് നങ്കൂരമിട്ടത്. അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഫെബ്രുവരി 14-ന് യാത്ര തിരിച്ച കപ്പലാണിത്. 47,236 ടൺ ഭാരശേഷിയുള്ള ഈ ടാങ്കർ മംഗളൂരു തുറമുഖത്തെ 13-ാം നമ്പർ ബർത്തിലാണ് അടുപ്പിച്ചത്. മംഗളൂരുവിലെ ഏജിസ് ഗ്യാസ് സംഭരണ യൂണിറ്റിലേക്ക് കപ്പലെത്തിച്ച് ഗ്യാസ് മാറ്റുന്ന പ്രക്രിയ ആരംഭിച്ചെന്ന് ന്യൂ മംഗളൂരു തുറമുഖ അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചു. വാതകം ഇറക്കിയത് പൂർത്തിയായ ശേഷം കപ്പൽ മടങ്ങി. വരും ദിവസങ്ങളിൽ കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ഗ്യാസ് എത്തുമെന്നാണ് സൂചന.